ഇത്രയും ദിവസത്തെ വീഡിയോ നമ്മുടെ അപ്പൂസിന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നില്ല. അപ്പോൾ ആ ദിവസം വന്നിട്ടില്ല. ആ ദിവസം അല്ല, തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി അതുപോലെ ഉണ്ണിയൊക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നാണ്. സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. പപ്പയും അമ്മച്ചി അവിടെ നിന്നു. ഞാനും ചിക്കുമോനും ഉണ്ണിയൊക്കെ കൂടിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ട്, കാരണം ചെക്കന് ചെറുതായിട്ട് വീട് മാറി കിടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിതേ പള്ളിയിലൊക്കെ പോയി കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ തലേ ദിവസം തന്നെ കുറച്ച് പേര് അപ്പൂസിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, അതായത് പിറ്റേ ദിവസം വരാൻ പറ്റാത്തവരാന്ന് തോന്നുന്നു, അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു ഫ്ലെക്സ് എന്നല്ലേ പറയുക, ഈ പോസ്റ്റർ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി മൊത്തം നമ്മുടെ ചിക്കുമോനും ഉണ്ണിയും കൂടിയിട്ടാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്, അതായത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വീഡിയോ ആണ്. കാലത്ത് 6:30 കേട്ടോ കുർബാന. അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാനുണ്ട്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കുറച്ച് കുട്ടികളും അവരുടെ റിലേറ്റീവ്സ്, പാരൻസ് അങ്ങനെയായിട്ട് അപ്പൂസ് ആദ്യമായിട്ട് ഈശോനെ സ്വീകരിച്ചത് വരവാനിട്ടാണ് കാണുന്നത്. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ പിള്ളേരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലി സെക്ഷൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് പേഴ്സണൽ ഫോട്ടോഗ്രാഫർ അല്ല, അതായത് പള്ളിയായിട്ട് ഒരു ഫോട്ടോഗ്രാഫറിന് ഉണ്ടാവും. അത് വർഷേച്ചയും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് അവിടെ നിൽക്കാനിട്ടാ അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടുത്തില്ല. അതെന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വെള്ളയപ്പും കുറുമക്കറി ഏൽപ്പിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരെ.